അപ്പോഴാണ് അവന് മനസ്സിലായത് അവൻ പെട്ടതാണ്, ചതിച്ചതാണ്. അപ്പോഴാണ് ഒരു സത്യം കൂടി എന്നോട് പറയുന്നത്. ഇന്നും ആ സാധനങ്ങളോ അവിടെ കിടക്കുന്ന ഒരു രേഖകളോ നമ്മൾ ഹെഡ് ഓഫീസിൽ കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എല്ലാം ബുക്കുകൾ പോലും, കാരണം ബുക്കുകൾ കൊണ്ടുവന്ന് ഞാൻ പിടിക്കുമെന്നറിയാം. ബാക്കി ഭരണസമിതികൾ റബ്ബർ സ്റ്റാമ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റിന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഭരണസമിതി അവിടെ എടുക്കാറുള്ളൂ. പ്രസിഡന്റിനെതിരെ ആരും സംസാരിക്കാതിരിക്കണം. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരടിച്ചമർത്താനുള്ളത് പ്രസിഡന്റ് കയ്യിൽ കാണും. ഏകാധിപത്യം നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നെറ്റ്കോസ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ 1 രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം രാജിവെക്കാനാണ്. അപ്പൊ ഇപ്പൊ 9 ലക്ഷം രൂപ വരെ കണക്കായല്ലോ. പൈസ എന്ന് പറയുന്ന സാധനം വന്നെങ്കിൽ മാത്രമല്ലേ ഒരു സ്ഥാപനം നിലനിൽക്കുള്ളൂ. അത് അതിനകത്തിരിക്കുന്നവർ തന്നെ വീതം വെച്ചെടുത്തോണ്ട് പോയാൽ നമുക്ക് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് സംഘത്തിന്റെ കണക്കിൽ 900 രൂപയും യഥാർത്ഥത്തിൽ വാങ്ങിച്ചത് 2500 രൂപയും. നെടുമങ്ങാട് താലൂക്ക് മോട്ടോർ ട്രാൻസ്പോർട്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി നെറ്റ്കോസ് വിതുര കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സഹകരണ സംഘമാണ് കഴിഞ്ഞ 34 വർഷങ്ങളായി. ഇപ്പോൾ ഈ സ്ഥാപനത്തിൽ നടന്ന ഒരു സാമ്പത്തിക തിരിമറിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത DNA ന്യൂസ് പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ പ്രസിഡന്റും ജീവനക്കാരും നിക്ഷേപകരുമൊക്കെ അവരുടേതായ ഭാഗങ്ങൾ പറഞ്ഞു. പക്ഷേ ജീവനക്കാരും പ്രസിഡന്റുമൊക്കെ വിരൽ ചൂണ്ടുന്നത് സെക്രട്ടറിയായ ശരണ്യയുടെ നേർക്കാണ്. ഞങ്ങളിപ്പോഴുള്ളത് ശരണ്യയോടൊപ്പമാണ്. ശരണ്യയുടെ ഭാഗം കൂടി കേൾക്കേണ്ടതുണ്ട്. നമസ്കാരം ശരണ്യ. നമസ്കാരം. ആ വീഡിയോ കണ്ടു കാണുമല്ലോ. ഞാൻ കണ്ടു. താങ്കൾ അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു. എത്ര കൊല്ലമായി? 9/1/2014 സെക്രട്ടറി ആയിട്ട് അവിടെ കയറിയതാണ്. 2014 ടെസ്റ്റ് ഉണ്ടായിരുന്നു. ടെസ്റ്റ് ഇന്റർവ്യൂലും കഴിഞ്ഞ് കയറി. ഞാൻ കയറിയപ്പോൾ ഒരു കടമുറിയിലായിരുന്നു. ഒരു കടമുറി എന്ന് പറയാൻ പറ്റില്ല, ഒരു ലോഡ്ജിന്റെ ഒരു മുറിയിലായിരുന്നു ഈ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നും ഇന്ന് കാണുന്ന ബിൽഡിങ്ങിലോട്ട് എന്നെ കൊണ്ട് മാറ്റാൻ കഴിഞ്ഞു. ഒറ്റൊരു വർഷം കൊണ്ട് മാറ്റാൻ കഴിഞ്ഞു. ഞാൻ അത് മാറ്റി. ഞങ്ങൾ ഒരുപാട് പേരെ നിക്ഷേപം സ്വീകരിച്ചു. നല്ല ചിട്ടികൾ തുടങ്ങി. ചിട്ടിക്കാരുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഇതിനൊക്കെ ഫണ്ട് എന്നുള്ളത് മെയിൻ വിഷയമാണ്. തുടക്കകാലത്ത് ഞാൻ അവിടെ ചെന്ന സമയത്ത് ചിട്ടി ആരും തരില്ലായിരുന്നു. നെറ്റ്കോസ് പ്രവർത്തനം ആരംഭിച്ചത് 91-ലാണ് നെറ്റ്കോസ് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോൾ അതുവരെയുള്ള നെറ്റ്കോസിന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു? വളരെ മോശമായിട്ടുള്ളതായിരുന്നു. അപ്പോൾ താങ്കൾ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം ഒരു വർഷത്തിനുള്ളിൽ മറ്റൊരു കെട്ടിടത്തിലേക്ക് മാറാൻ കഴിഞ്ഞു. ബിൽഡിങ്ങിലാണ് ഇന്നും അത് പ്രവർത്തിക്കുന്നത്. ശരി. അന്ന് മുതൽ നല്ലൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു. അപ്പോൾ ഫണ്ടുകൾ വരുന്നുണ്ട്, ചിട്ടികൾ നടന്നു. പഴയതിനേക്കാളും ഉപരി നല്ല പേര് നാട്ടിലുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ഇങ്ങനെ ഇരിക്കുക 2017 യമഹയുടെ ഡീലർഷിപ്പ് തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് അനുമതി കിട്ടി. സബ് ഡീലർഷിപ്പാണ്. അതായത് യമഹയുടെ ഡെൻസ് മോട്ടോഴ്സ്, കവടിയാറിലുള്ള ഡെൻസ് മോട്ടോഴ്സിൽ നിന്ന് നമുക്ക് സബ് ഡീലർഷിപ്പ് എടുക്കാൻ വേണ്ടി കിട്ടി. അപ്പം നമ്മളൊരു മോട്ടോർ ട്രാൻസ്പോർട്ട് സഹകരണ സംഘമാണ്. അപ്പോൾ മോട്ടോർ മേഖലയുമായിട്ട് എന്തെങ്കിലും പ്രവർത്തനം ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ആ ഒരു മേഖലയിലോട്ട് കിടന്നത്. ഏകദേശം 27 ലക്ഷം രൂപയോളം മുടക്കി 5 ലക്ഷം രൂപ യമഹയ്ക്ക് തന്നെ കെട്ടിവെക്കണമായിരുന്നു. കെട്ടി ചേന്നമ്പാറ ഒരു ബിൽഡിംഗ് എടുത്ത് അവിടത്തേക്ക് മാറി. അവിടെ സ്പെയർ പാർട്സ് ഡിപ്പോ, സർവീസ് സ്റ്റേഷൻ, അല്ലാതെ വണ്ടികൾ വിൽക്കുന്ന ഷോറൂം, ഇങ്ങനെ 3 കൂടെ ഒരുമിച്ചാണ് പ്രവർത്തനം ആരംഭിച്ചത്. ആ പ്രവർത്തനം ആരംഭിച്ച് ആദ്യത്തെ ഒരു വർഷം നല്ല രീതിയിൽ പേരെടുക്കാൻ പറ്റി. കാരണം നമുക്ക് അതിൽ നിന്ന് വരുമാനം ഉണ്ടായി. ഒരു വണ്ടി വിൽക്കുമ്പോൾ വണ്ടിയുടെ ഇൻസെൻറ്റീവ്, വണ്ടി ലോണാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഫിനാൻസുകാർ നമുക്ക് ഇൻസെൻറ്റീവ് തരും. ഇതൊന്നും പറഞ്ഞിട്ട് സർവീസ് സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ സ്പെയർ പാർട്സ്, എക്സ്ട്രാ ഫിറ്റിങ്സ് എന്ന് പറഞ്ഞെടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇതിനും നമുക്ക് ഒരു കമ്മീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു വണ്ടി വിൽക്കുമ്പോൾ തന്നെ 5000 രൂപയോളം കമ്മീഷൻ വരും. 1-2 വർഷം ഒരു കുഴപ്പമില്ല. ഈ നാട്ടിൽ അറിയപ്പെടാൻ യമഹയുടെ ഷോറൂം ആദ്യമായിട്ടായിരുന്നു ഇവിടെ. അപ്പോൾ എവിടെയെല്ലാം യമഹയുടെ വണ്ടി എടുക്കുമ്പോൾ അവിടെയെല്ലാം നമ്മളും പോയി ക്യാൻവാസ് ചെയ്ത് വണ്ടികളെടുത്ത് വണ്ടികളല്ലേ. 3-ാമത്തെ വർഷം മുതൽ ഈ 5000 രൂപ വന്നത് 2000 കുറഞ്ഞു. എന്തുകൊണ്ടാണ് പെട്ടെന്നൊരു കുറച്ച്? അത് കുറയാൻ കാരണം ഫിനാൻസുകാരെ ഇൻസെൻറ്റീവ് വരുന്നില്ല. എന്തുകൊണ്ടാണ്? ഫിനാൻസുകാരുമായിട്ടുള്ള ബന്ധം പ്രസിഡന്റിന് മാത്രമായിരുന്നു. കാരണം പ്രസിഡന്റായിരുന്നു ഹെഡ്. നിങ്ങൾക്ക് ഡെൻസിൻ്റെ ഷോറൂമിൽ അന്വേഷിച്ചറിയാൻ പറ്റും ആരുമായിട്ടാണ് ഒരു കോണ്ടാക്ട് ചെയ്തിരുന്നതെന്ന്, ആരെയാണ് ഏറ്റവും കൂടുതൽ വിളിച്ചിരുന്നത്. സെക്രട്ടറി എന്ന എന്നെ അവർ ഒരു തവണ പോലും അവരെന്നെ വിളിച്ചിട്ടില്ല.
ഒരു കാര്യത്തിന് പോലും വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാനൊന്ന് ചോദിച്ചോട്ടെ, അതായത് നെറ്റ്കോസ് ഇതുപോലൊരു യമഹയുടെ ഷോറൂം തുടങ്ങുന്നത് പ്രസിഡന്റിന്റെ ഏകപക്ഷീയമായ തീരുമാനമായിരുന്നു? അല്ലല്ല, ഭരണസമിതി ഞങ്ങൾ എല്ലാം എഫർട്ട് എടുത്തായിരുന്നു. കാരണം ഞങ്ങൾക്ക് അതിനൊരു ഭാഗമാവല്ലോ. ഞാനൊരു കാര്യം കൂടെ പറയട്ടെ, ആ യമഹയുടെ ഷോറൂം തുടങ്ങി ആ ഉദ്ഘാടന സമയത്തും വളരെ കുറച്ച് ദിവസം മാത്രമേ ഞാൻ ആ പരിസരത്ത് പോയിട്ടുള്ളൂ. അല്ല, ഒരു സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അവിടുത്തെ കണക്ക് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടേണ്ട ഒരു ചുമതലയുണ്ട്. പക്ഷേ എന്നെ അവിടെ കയറ്റിയാലേ എനിക്ക് പോകാൻ പറ്റൂ. പ്രസിഡന്റ് ആധികാരികമായി എന്റെ സ്ഥാപനം എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് ഞാൻ. അതെങ്ങനെയാണ് നെറ്റ്കോസ് എന്ന് പറയുന്ന ഒരു സഹകരണ സംഘത്തിന്റെ പേരിലുള്ള ഒരു സൊസൈറ്റി സെക്രട്ടറിയായ നിങ്ങൾക്ക് അനുമതി നൽകാതെ, അവിടെ പ്രവേശനാനുമതി നൽകാതെ ഏകപക്ഷീയമായി എങ്ങനെയാണ് ഒരു പ്രസിഡന്റിന് മാത്രം? അതാണ് ഞങ്ങളുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാലേ അങ്ങനെയാണ്. അദ്ദേഹത്തിന്റെ വായിക്ക് മുമ്പിൽ പിടിച്ചേക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ബോർഡ് മീറ്റിംഗിലൊക്കെ ബോർഡ് മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്, ARനെ അറിയിച്ചിട്ടുണ്ട്. സാർ എന്നെ അവിടെ കയറാൻ ശ്രമിക്കില്ല, എനിക്ക് കണക്ക് വെക്കാൻ പറ്റില്ല, എന്തിനാണോ എന്തോ ഇവിടെ നടക്കണം. ഇതെല്ലാവരും ARനെയും JRനെയും എല്ലാം ഞാൻ അറിയിച്ചിട്ടുണ്ട്. കാരണം എനിക്കൊരു പിടിവള്ളി വേണ്ടേ. അങ്ങനെ ഒരു പിടിവള്ളി എനിക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല എന്നെ. ഇത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചു, എന്തുകൊണ്ട് ഫിനാൻസുകാർ പൈസ തരുന്നില്ല. സ്പെയർ പാർട്സിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് വയ്ക്കുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് പൈസ വരുന്നില്ല. ഞാൻ അന്വേഷിച്ച് പോയി. കാരണം എന്നെ ഡെൻസ് മോട്ടോഴ്സിലുള്ളവർക്ക് അറിയില്ല. അവിടെ ചെന്ന് അന്വേഷിച്ചപ്പോൾ പൈസ വരുന്നുണ്ട്. ഇന്നൊരാൾ അക്കൗണ്ടിലാണ് പൈസ വരുന്നത്, പേഴ്സണൽ അക്കൗണ്ടിൽ. സംഘത്തിന് ഈ ഇതുണ്ടല്ലോ യമഹയുടെ ഷോറൂം നടത്തുന്നതിന് വേണ്ടി മാത്രമായിട്ട് കേരള ഗ്രാമീൺ ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതായത് ഈ ഇവിടെ ഫിനാൻസ് കമ്പനിയുടെയും ഡെൻസിന്റെയും ഒക്കെ ഇൻസെന്റീവ് വരേണ്ടിയിരുന്നത് ആ അക്കൗണ്ടിലേക്കാണ് വന്നിരുന്നത്. പെട്ടെന്നൊരു ദിവസം അത് ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മാറി. അത് താങ്കൾ ഉത്തമ ബോധ്യത്തോടു കൂടിയാണോ പറയുന്നത്? അതെ, ഞാൻ ഉത്തമ ബോധ്യത്തോട്. കാരണം എനിക്ക് അവർ പറഞ്ഞു തന്നു, അയ്യോ ഇതാര്, ഞാൻ പറഞ്ഞു ഞാൻ ഒരു ആളാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് CS വിദ്യാസാഗർ, അദ്ദേഹത്തിന്റെ അക്കൗണ്ട് പരിശോധിച്ചാൽ ഇക്കാര്യം ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. അക്കൗണ്ട് അദ്ദേഹത്തിന്റെ അല്ല, അദ്ദേഹം അല്ലല്ലോ ചെയ്യുന്നത്. അവിടെ ഒരു ഹെഡ് ഉണ്ടായിരുന്നു, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നും പറഞ്ഞ ഒരു പ്രീത. നിങ്ങൾക്കൊക്കെ മൊഴി തന്ന്, ഞാൻ എന്തോ ചെയ്തെന്നും പറയാൻ മൊഴി തന്നില്ലേ, അതിനെ പിടിച്ചാൽ മതി. അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും അവരുടെ, അതായത് അവര് ഈ പ്രീതയുടെ അക്കൗണ്ടിലേക്കാണോ ഈ പോയത്? അതെന്തുകൊണ്ടാണ് പ്രീതയുടെ അക്കൗണ്ടിൽ? അത് പ്രസിഡന്റ് അറിയാതെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ പ്രസിഡന്റ് അറിയാതെ പോയെന്ന് ഞാൻ ഒരിക്കലും പറയില്ലല്ലോ. പ്രസിഡന്റ് അറിയാതെ അത് പോകൂലല്ലോ. കാരണം പ്രസിഡന്റാണ് വിളിച്ച് ചോദിക്കുന്നത്, ഇത്ര വണ്ടി വിറ്റേൻ്റെ ഇൻസെന്റീവ് വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നത്, ഫിനാൻസുകാരെ ചോദിക്കുന്നത് പ്രസിഡന്റാണ്. അപ്പോൾ ഈ പ്രീതയുടെ അക്കൗണ്ട് പരിശോധിച്ചാൽ ഈ ഫിനാൻസ് കമ്പനിയിൽ നിന്ന് വന്ന ഇൻസെന്റീവ് അതിൽ വന്നതായിട്ട് മനസ്സിലാക്കാം. ഓറഞ്ച് ഫിനാൻസ്, മുത്തൂറ്റ്, പിന്നെ ഹിന്ദുജ, വേറെ ഒന്നും കൂടി ഉണ്ട്. ഇത്രയും പേരാണ് ലോണിന് വേണ്ടി വരുന്ന ഫിനാൻസുകാർ. അപ്പോൾ ഒരു വണ്ടി വിൽക്കുമ്പോൾ എത്ര ഇൻസെന്റീവ് ആയിട്ട് കിട്ടുന്നത്? 2250 റേഞ്ചാണ്. പിന്നെ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥാപനമാണെന്ന് തോന്നുന്നു ഈ യമഹ ഷോറൂം. കാരണം എനിക്കറിയാം, ബിദിരയെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു ഷോറൂം ആയിരുന്നു. എൻ്റെ വീട്ടിലെ വണ്ടി ഞാൻ അവിടെ സർവീസിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് ഈ നഷ്ടത്തിലാവുന്നത്? പൈസ എന്ന് പറയുന്ന സാധനം വന്നെങ്കിൽ മാത്രമല്ലേ ഒരു സ്ഥാപനം നിലനിൽക്കുള്ളൂ. അത് അതിനകത്തിരിക്കുന്നവർ തന്നെ വീതം വെച്ചെടുത്തുകൊണ്ട് പോയാൽ നമുക്ക് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് വരുന്ന സർവീസിൽ 5000 രൂപയുടെ സർവീസ് വന്നാൽ 2000 രൂപ മാത്രം കണക്ക് കാണിക്കുക, ബാക്കി 3000 രൂപ മെക്കാനിക്കും ഈ ബാക്കി വിദ്യാസാഗറും പ്രീത എല്ലാവരും കൂടെ വീതിച്ചെടുത്ത ആ കണക്ക് വരൂ. അതിന് ഉത്തമമായ തെളിവുണ്ട്. കാരണം അവിടെ ഇതുള്ള സർവീസ് സെൻ്ററിൽ തിരിമറി ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊരു വണ്ടി, അവർക്ക് പോലും അറിയില്ല, ഞാനൊരു വണ്ടി സർവീസിന് വിട്ട് വണ്ടി, ആ വണ്ടിക്ക് 2500 രൂപയാണ് സർവീസ് കഴിഞ്ഞ് അവർ റെസീറ്റ് കൊടുക്കുന്നത്. പക്ഷേ അതേ വണ്ടി നമ്പർ വെച്ച് അന്നേ ദിവസം എനിക്ക് വന്നത് വെറും 900 രൂപയാണ്. അവരുടെ 2500 എനിക്ക് വന്ന് വെറും 900 രൂപ. എനിക്ക് തന്ന എനിക്ക് എല്ലാ ദിവസവും അവർ കണക്ക് തരും. അപ്പം വണ്ടി സ്പെയറിൽ എത്ര പോയി, സർവീസിൽ എത്ര പോയി, ഷോറൂമിൽ എത്ര വന്നെന്നുള്ളൊരു കണക്ക് തരും. ഈ കണക്ക് മാത്രമേ എനിക്ക് അവിടെ ബോധ്യപ്പെടുത്താൻ പറ്റുള്ളൂ, എനിക്ക് എഴുതി രേഖപ്പെടുത്താൻ പറ്റുള്ളൂ. ആ കണക്കിൽ അതേ റെസിറ്റിനല്ല അതേ ആളുടെ പേരിൽ വന്നിരിക്കുന്നത് 900 രൂപ. അതായത് സംഘത്തിന്റെ കണക്കിൽ 900 രൂപയും യഥാർത്ഥത്തിൽ വാങ്ങിച്ചത് 2500 രൂപ. അപ്പോൾ അതായത് 1400 രൂപ
വിധിച്ചെടുത്തു എന്നാണ് ശരണ്യ പറയുന്നത്. പിന്നീട് ഞാൻ ചോദിച്ചോട്ടെ, ഇതിനിടയ്ക്കും ഇത് പെട്ടെന്നൊരു ദിവസം ഉണ്ടായ സാമ്പത്തിക ക്രമക്കേടല്ല. അപ്പോൾ എല്ലാ വർഷവും ഓഡിറ്റ് നടക്കാറുണ്ടോ? നടക്കാറുണ്ട്. ആ ഓഡിറ്റിൽ എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടാതിരുന്നത്? ഈ ഇത് എൻക്വയറി വന്നതിന് ശേഷം മാത്രമാണ് ഇത് വന്നത് തന്നെ. കാരണം ഇത് പുറത്ത് വരുന്നില്ല, കണക്ക് വരുന്നു പോകുന്നു. അല്ല, ഓഡിറ്റർക്ക് ഇത് മനസ്സിലാവില്ലേ? ഇല്ല, എനിക്ക് തരുന്ന കണക്ക് ഞാൻ അവിടെ വ്യക്തം എഴുതി വെക്കുകയല്ലേ, ഇതിനകത്തോട്ട് ഇറങ്ങി പരിശോധിച്ചെങ്കിൽ മാത്രമല്ലേ അത് അറിയാൻ പറ്റൂ. ശരി, നമ്മൾ ഈ യമഹര ഷോറൂമിന്റെ കാര്യം മാറ്റി വെച്ചാൽ പോലും ഈ പുറത്ത് കൊടുത്തിരിക്കുന്ന വായ്പയുടെയും യമഹര ഷോറൂം തുടങ്ങിയതിൽ നഷ്ടം മാത്രം 14 ലക്ഷത്തി സംതിങ് രൂപ, തുടങ്ങിയ നഷ്ടം ഏകദേശം 30 ലക്ഷം രൂപ, 44 ലക്ഷം രൂപ നിക്ഷേപകരെ നിക്ഷേപം വാങ്ങിച്ചാണ് ആ സ്ഥാപനം തുടങ്ങിയിരിക്കുന്നത്. ഈ നിക്ഷേപകർക്ക് മാസം തോറും പലിശ കൊടുക്കണ്ടേ? ഇതൊന്നും പോരാഞ്ഞിട്ട് അനാവശ്യമായിട്ട് ജീവനക്കാരെ നിയമിക്കുക. പ്രസിഡന്റ് ഇങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറയാം, അവിടെ നിൽക്കുന്ന എല്ലാവരും ഒരു 5-6 മാസത്തിൽ കൂടുതൽ നിൽക്കാറില്ല ഷോറൂമിൽ. അതിൻ്റെ ലിസ്റ്റും ഉണ്ട് എൻ്റെ കയ്യിലും. നിൽക്കാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ പ്രസിഡന്റ് പറയണ കേൾക്കണം, അല്ലെങ്കിൽ പ്രീത പറയണ കേൾക്കണം. അവർക്ക് എല്ലാവർക്കും ഇങ്ങനെ അനുമതി കൂട്ടിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ഒരിക്കലെങ്കിലും അവർക്ക് പറയേണ്ടി വരില്ലേ? ഈ പോയവരെല്ലാം തന്നെ എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ചേച്ചി അവിടെ നടക്കുന്നത് ഇങ്ങനെയാണ്, ഇന്നത് വല്ല കാര്യമാണ്, ഞങ്ങൾക്ക് പറ്റൂല ചേച്ചി. അവനോട് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഒരു വാക്ക് നിങ്ങൾ എൻ്റെ കൂടെ വന്ന് പറയാത്തത്, ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്ന, ഇപ്പം നിങ്ങളെല്ലാം കഴിഞ്ഞ് പോയിട്ടാണ് എൻ്റെ കൂടെ വന്ന് പറയണേന്ന് ചോദിച്ചു. അതല്ല ചേച്ചി, അവിടെ ഇരിക്കുമ്പോൾ അറിയാമല്ലോ സാറ് ഞങ്ങളെ ശരിയാക്കും, അതുകൊണ്ട് പറയണത് ശരിയല്ല. അതുപോലെ ഇതെങ്ങനെയെങ്കിലും പ്രീത ചേച്ചി അറിഞ്ഞാൽ അതും ഉടനെ സാറിൻ്റെ ശരിയിലെത്തിക്കും, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞവരുണ്ടോ പറഞ്ഞു തന്നിട്ടുണ്ട്. 3 വർഷം. നിങ്ങൾക്കറിയാം, ഈ നാട്ടിൽ നമ്മുടെ നാട്ടിലൊക്കെ സർവീസ് സെൻ്ററോ ഷോറൂമോ തുടങ്ങിയ ഏതെങ്കിലും ഒരു സ്ഥാപനം പൂട്ടിപ്പോയ ചരിത്രമുണ്ടോ? എൻ്റെ അറിവിൽ ഇല്ലെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങളത് പൂട്ടിപ്പോയി. ഒരു 3 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ തന്നെ ഒരു സ്ഥാപനം നഷ്ടമാണ്. നമ്മൾ പ്രവർത്തിക്കുന്ന നിക്ഷേപകരെ പൈസ എടുത്തിട്ടാണ് നമ്മൾ കളിക്കുന്നത്. അപ്പോൾ ആ സ്ഥാപനം നിലനിർത്താൻ നോക്കൂ, ആ സ്ഥാപനം അടച്ചുപൂട്ടാൻ നോക്കൂ. നിലനിർത്താൻ തന്നെയാണ് നോക്കുന്നത്. നിലനിർത്താൻ നോക്കി 5 നഷ്ടത്തിൽ പ്രവർത്തിക്കുമ്പോൾ അവരുടെ ഇടപാടുകാരുടെ ഇടപാട് തീർത്തതിന് ശേഷം അതിനെ വൈൻഡപ്പ് ചെയ്യാനല്ലേ നോക്കുവായിരുന്നാലും. പക്ഷേ ഇത് 5 വർഷം പ്രവർത്തിച്ചു. ഈ ഒരു 3-3.5 വർഷം. ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ, അതായത് കേൾക്കുന്നവർക്ക് ഒരു വ്യക്തത വരാൻ വേണ്ടിയിട്ടാണ്. ഓരോ വർഷവും ഓഡിറ്റ് നടക്കുമ്പോൾ ഈ ഓഡിറ്റർക്ക് മനസ്സിലാവില്ല, അതായത് പുറത്ത് കൊടുത്തിരിക്കുന്ന വായ്പകൾ, ഈ വായ്പകൾ തിരിച്ച് വരുന്നില്ല, അപ്പോൾ അതിന്റെ റിക്കവറിക്ക് പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓഡിറ്റർ അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇത് യമഹയുടെ ഷോറൂം കഴിഞ്ഞ് നമുക്ക് യമഹയുടെ ഷോറൂമായിട്ട് ഡീലർഷിപ്പ് കിട്ടിയ സാധനം 3.5 വർഷം കഴിഞ്ഞപ്പോൾ യമഹയുമായിട്ടുള്ള ഡീലർഷിപ്പ് അവസാനിപ്പിക്കുന്നു. ഞാൻ അറിഞ്ഞത്, ഇദ്ദേഹം പറഞ്ഞത് യമഹയുടെ ഡീലർഷിപ്പ് അവസാനിപ്പിക്കാനുണ്ടായ കാരണം അവർ ശരിയല്ല, അവരുമായിട്ടുള്ള പറ്റൂല എന്ന് പറയും. പക്ഷെ അങ്ങനെയല്ല. യമഹ എന്ന് പറയുന്ന കമ്പനി ഒരു ഡീലർഷിപ്പ് നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാമല്ലോ ആ സ്ഥാപനത്തിനോടുള്ള വിശ്വാസ്യത എന്താണ്. അതറിഞ്ഞുകൊണ്ട് തന്നെ അവരത് ഡീലർഷിപ്പ് കട്ട് ചെയ്യുന്നത്. ആ ഡീലർഷിപ്പ് കട്ട് ചെയ്ത് ഉടനെ തന്നെ മൾട്ടി ബ്രാൻഡ് ഷോറൂം എന്നും പറഞ്ഞ് യമഹയുടെ ഷോറൂമിനെ മാറ്റുന്നു. അവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് ഈ അവിശ്വാസം തോന്നിയത് ഡെൻസ് മോട്ടോർസിന് അവിശ്വാസം തോന്നിയത് കൊണ്ടാണോ ഈ ഏജൻസി കട്ട് ചെയ്തത്? കാരണം ഞാൻ നിരന്തരം പോവുകയാണ്, ഞാൻ അവിടെ സംസാരിക്കുകയാണ്. അവിടെ നിന്ന് എന്താ പറഞ്ഞത്? നിങ്ങൾ ഡെൻസിൽ പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാർ എന്താ പറഞ്ഞത്? അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അവർ പറഞ്ഞിട്ടുണ്ട് പൈസ എല്ലാം വരുന്നുണ്ട്. സെക്രട്ടറി എന്നറിയില്ല, ശരണ്യാന്ന് വിളിച്ചാണ് സംസാരിക്കുന്നത്. അവിടെ നിന്ന് പൈസ എല്ലാം പോകുന്നുണ്ട് ശരണ്യ, കണ്ട് ഇന്ന അക്കൗണ്ടിൽ പൈസ പോയേക്കല്ലേ, ഇന്ന സ്പെയർ വാങ്ങിച്ചപ്പോൾ കണ്ട് നമ്മൾ കൊടുത്തേക്കല്ലേ, ഇതൊന്നും അവിടെ വന്നില്ല. എന്നിട്ട് ഞാൻ ഇവിടുന്ന് കണക്കൊണ്ട് അവരെ കാണിച്ചപ്പോൾ അവരും ഹെഡിലോട്ട് അറിയിക്കാതിരിക്കും. ഒരു സ്ഥാപനം ഇങ്ങനെ പോകുമ്പോൾ അവർ ഹെഡിൽ എന്തായാലും മെഹ അറിയിക്കണമല്ലോ. പിന്നീട് എന്താ ഉണ്ടായിരുന്നു? അതേ സ്ഥലത്ത് തന്നെ മൾട്ടി ബ്രാൻഡ് ഷോറൂം എന്ന് വെച്ചാൽ എല്ലാ വണ്ടികളും വിൽക്കുന്ന ഒരു സ്ഥലം. അങ്ങനെ ഒരു എല്ലാ വണ്ടികളും ഉദ്ദേശിച്ചത് ഏത് ബ്രാൻഡും വിൽക്കുന്ന ഏജൻസി കിട്ടും. അത് കിട്ടിയിട്ടില്ല. അതെങ്ങനെ കിട്ടിയെന്ന് എവിടെയും വ്യക്തമാക്കിയിട്ടുമില്ല. ഇങ്ങനെ ഒരു സ്ഥാപനം അടച്ചു കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ജയാറിനെ മേയറിനെ എല്ലാം അറിയിക്കണോ? ആരെയും അറിയിച്ചില്ല. അപ്പം ഞാൻ എയറിനെ അറിയിച്ചു, സാർ ഇന്നതുപോലെ യമഹയുടെ ഷോറൂം നിർത്തി 3-ാം തീയതി മൾട്ടി ബ്രാൻഡ് ഷോറൂം എന്ന് പറഞ്ഞ് പരസ്യം ഇറക്കിയത് ഇവിടെ ചെയ്യാൻ പോവുകയാണ്, എന്താവുമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറിന് സെക്രട്ടറി പേടിക്കണ്ട, ഞാൻ വരാമെന്ന് പറഞ്ഞു. സാറ് വന്ന് കണ്ടു. എയർ വന്നിട്ട് പക്ഷേ ഇതിൻ്റെ അനുമതി എവിടെ? ഇല്ല. പ്രസിഡന്റിനോട്, എന്നോടല്ല, ആ ഷോറൂമിൽ തന്നെ സാർ വന്നു. ഇതിൻ്റെ അനുമതി എവിടെ? ഇല്ല. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഡീലർഷിപ്പ് നിർത്തി? അത് ഞങ്ങൾക്ക് അവരുമായിട്ട് യോജിച്ച് പോകാൻ കഴിയാത്തതുകൊണ്ട് നിർത്തി. അപ്പോൾ സാർ ഇത് പറ്റൂല,
നിങ്ങളെ തോന്നിയാസം ചെയ്യാനല്ല ഇരിക്കണം ഞങ്ങൾ, അത് ഞങ്ങൾക്ക് അനുവദിച്ച് തരാനും പറ്റില്ല. മര്യാദയ്ക്ക് ഒരാഴ്ചക്കകത്ത് എനിക്ക് റിപ്പോർട്ട് തരണമെന്ന് പറയും. കൊടുത്തിട്ടില്ല, എങ്ങും കൊടുത്തിട്ടില്ല. ഈ മൾട്ടി ബ്രാൻഡ് ഷോറൂം തുടങ്ങി 1.5 വർഷമാണ് എന്നുമ്പോൾ അത് പൂട്ടിക്കെട്ടിയ സാധനങ്ങൾ ഇന്ന് ആ ബിൽഡിങ്ങിൽ തന്നെ ഉപേക്ഷിച്ചിട്ടേക്കാണ്. ആ ബിൽഡിംഗ് ആരുടേതാണ്? ആ ബിൽഡിങ് മലയടിയിലുള്ള ഒരാളുടെയാണ്. അപ്പോൾ എന്തുകൊണ്ട് അവർ അതിന്റെ കെട്ടിട ഉടമസ്ഥൻ ഇതിനെ ഒഴിഞ്ഞുകൊണ്ടുപോകും? അയ്യോ, എത്രയെങ്കിലും പ്രാവശ്യം പറഞ്ഞു, പക്ഷേ ഇദ്ദേഹം തയ്യാറായില്ല. അവരെന്നിട്ട് അതിൽ 2 സ്ഥലത്തും കിടന്ന സാധനം ഒരിടത്താ കൊണ്ടാക്കി മാറ്റിയിട്ടു. അങ്ങനെ സാധനങ്ങൾ കിടക്കണം. ഈ ഷോറൂം പൂട്ടണേൻ്റെ അന്ന്, അതായത് നമ്മൾ മാർച്ച് മാസം 31 കണക്കെടുക്കാൻ വരുമല്ലോ, കണക്കെടുക്കാൻ വേണ്ടി അവിടെ പോയി. അപ്പോൾ കണക്കെടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ എന്നെ വിളിച്ചിരുന്നു, സാർ അവിടെ കണക്കെടുക്കാൻ പോവേണ്ടത്, ഈ ഷോറൂം പൂട്ടാൻ പോവേണ്, സ്പെയറൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല സാറെന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു, സെക്രട്ടറി കാര്യം ചെയ്യും, പുറത്തുനിന്ന് ഒരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് സ്പെയറുകളുണ്ടാകും ചെക്ക് ചെയ്യാൻ പറഞ്ഞു. സ്പെയറുകളും സർവീസ് സെൻ്ററിലെ ടൂൾസുകളും എല്ലാം ഉണ്ടെന്ന് പരിശോധിച്ചിട്ട് ഒരു ചാക്കെടുത്ത് ആൾക്കാരെ കൊണ്ട് കെട്ടി ഇപ്പം തന്നെ അന്നേ ദിവസം തന്നെ ലോഡിങ്ങാരെ വിളിച്ച് നമ്മളിരിക്കുന്ന ബിൽഡിങ്ങിലോട്ട് കൊണ്ടുവന്ന് മാറ്റാൻ പറയും. നമ്മൾ ശരി സാറ് ചെയ്യാമെന്ന് പറയും. അപ്പം സ്റ്റോക്ക് വെരിഫിക്കേഷന് വരുന്ന മാഡം ഞാനും കൂടി പോയി. അപ്പം മാഡത്തിനും ഈ നമുക്കൊന്നും ടൂൾസിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പുറത്തുനിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഒരു മെക്കാനിക്കിനെ ഞാൻ കൊണ്ടുവന്ന് അവനും ഞാനും മാഡവും കൂടി എല്ലാം വെരിഫൈ ചെയ്തപ്പം അന്ന് മാത്രം 10,934 രൂപയുടെ സാധനങ്ങളില്ല. ടൂൾസ് സ്പെയർ കൂടി രണ്ടും കൂടി ഏകദേശം 6-7 ലക്ഷം രൂപ സാധനങ്ങളാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ മാഡം പറഞ്ഞ് ഇന്നിത് പൂട്ടയല്ലേ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നമുക്ക് സ്റ്റോക്കുകൾ മാറ്റാം, ഇനി ഇവിടെ കിടക്കണ്ട എന്ന് പറയും. പ്രസിഡന്റ് സമ്മതിച്ചില്ല, ഇതൊക്കെ ഇവിടെ കിടക്കട്ടെ, സെക്രട്ടറിക്ക് ഉത്തരവാദിത്വമല്ല, സെക്രട്ടറി ഇറങ്ങി പോകുമെന്ന് പറയും. അപ്പം മാഡം ചോദിച്ച് ഈ സാധനങ്ങളുടെ അവകാശി സെക്രട്ടറിയാണ്, അപ്പോൾ സെക്രട്ടറിക്ക് ഒരു അധികാരം ഇല്ലയെന്നുണ്ടെങ്കിൽ അധികാരം ഇല്ലയെന്ന് ചോദിച്ചു. അപ്പം ഇല്ല, ഭരണസമിതി അങ്ങനെയൊന്നും ചുമതലപ്പെടുത്തി ആർക്കും കൊടുത്തിട്ടില്ല, ഇവിടെ ഇരിക്കുന്നവർക്കാണ് കാര്യങ്ങളുടേതെന്ന് പറയും. അപ്പം മാഡം അതുപോലെ വിളിച്ച് ഞാനിവിടെ പറഞ്ഞു, സാർ ഇങ്ങനെയാണ് സെക്രട്ടറിയെ കുറിച്ച് പറയണത് എന്ന് പറയും. അപ്പോൾ സാർ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ സെക്രട്ടറി വയ്ക്കുമോ, ഇനി ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയും. ഇന്നും ആ സാധനങ്ങളോ അവിടെ കിടക്കുന്ന ഒരു രേഖകളോ നമ്മൾ ഹെഡ് ഓഫീസിൽ കൊണ്ടുവന്നിട്ടില്ല, ഒന്നും കൊണ്ടുവന്നിട്ടില്ല. എല്ലാം ബുക്കുകൾ പോലും, കാരണം ബുക്കുകൾ കൊണ്ടുവന്നാൽ ഞാൻ പിടിക്കുമെന്നറിയാം ഞാൻ എന്തായാലും. കാരണം പല വണ്ടികളും നമുക്ക് തരാത്ത വണ്ടികൾ പോലും ഉണ്ട്, ഫുൾ പേയ്മെന്റ് അടച്ച വണ്ടികളൊക്കെ എടുത്തുകൊണ്ട് പോയത് എത്രയാണെന്ന് പോലും നമുക്കറിയില്ല. അവിടെ ഇരിക്കുന്ന ബുക്കുകൾ വെരിഫൈ ചെയ്ത് അറിയാൻ പറ്റും. 2 റെസീറ്റാണ് വെച്ചുകൊണ്ടിരുന്നത്. ഒരു റെസീറ്റുള്ള കണക്ക് എനിക്ക് തരും, ഒരു റെസീറ്റ് അവർ പുറത്തു കൊടുക്കും. കാരണം ഓരോ 2 മാസം 3 മാസം കഴിയുമ്പോൾ റെസീറ്റുകളവിടെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊന്നും പുറത്തൊന്നും വരുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ നെറ്റ് കോസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്രമവിരുദ്ധമായിട്ടാണ് വായ്പകൾ കൊടുത്തിരിക്കുന്നതെന്ന് കേൾക്കുന്നു. അതെ, ക്രമവിരുദ്ധമായിട്ടാണ് വായ്പകൾ കൊടുത്തിരിക്കുന്നത്. മതിയായ സെക്യൂരിറ്റി വാങ്ങിക്കാതെ. അതെ, കാരണം മോട്ടോർ ട്രാൻസ്പോർട്ട് മേഖലയ്ക്ക് വസ്തുജാമ്യം വാങ്ങിച്ച് കൊടുക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ ആൾ ജാമ്യം അല്ലെങ്കിൽ അതിനുള്ള പ്രോപ്പറായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിച്ചേ കൊടുക്കാൻ പറ്റും. ഈ പ്രോപ്പറായ സാധനങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? വണ്ടിയുടെ RC അങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിച്ചാൽ കൊടുക്കാൻ പറ്റും. അതുകൂടാതെ നമ്മൾ ലോണുകൾ കുടിശ്ശിയായാൽ ARC ഫയൽ ചെയ്യുന്നതിന് കാലതാമസമുണ്ട്. ഞാൻ ഏകദേശം 2016, 17, 18, 17 വരെയുള്ള ARC ഞാൻ ഇരുന്ന സമയത്ത് ചെയ്തിട്ടുണ്ട്. അതിനുശേഷമുള്ളത് ചെയ്തിട്ടില്ല. ചെയ്യാത്തതിന് കാരണം അതിൽ ബിനാമി ലോണുകളുണ്ട്. പ്രസിഡന്റിനും ഭരണസമിതിക്കും ബിനാമി ലോണുകളുണ്ട്. പ്രസിഡന്റിനും ഭരണസമിതിയിലുള്ള ആൾക്കാർക്കും ബിനാമി ലോണുകളുണ്ട് അല്ലേ? ആ ലോണുകളൊക്കെ തിരിച്ചടയ്ക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ ഇറങ്ങിയതിന് ശേഷം, ഞാൻ കഴിഞ്ഞ 2023 ഒക്ടോബറിൽ ഇറങ്ങി. എന്താ ഇറങ്ങാനുള്ള ഒരു സാഹചര്യം? അത് പറയാം. കാരണം ഇറങ്ങാനുണ്ടായ സാഹചര്യം പറയണമെങ്കിൽ വസ്തു വിറ്റതും വസ്തു വാങ്ങിയതും പറയണം. ആരാണ് വസ്തു? സംഘത്തിന് സ്വന്തമായി സ്ഥലം, ഒരു 5 സെന്റ് സ്ഥലം വാങ്ങി ചേന്നമ്പാറ ജംഗ്ഷനിൽ തന്നെ വാങ്ങി. എത്ര രൂപയാണ്? 5,80,000 വാല്യൂഷൻ, 6 ലക്ഷം രൂപയ്ക്ക് വാങ്ങി. ഏതാണ് നിയമപരമായിട്ട് വാങ്ങിയത് 6 ലക്ഷം രൂപയാണ്. പക്ഷേ 30 ലക്ഷം. പിന്നെ നമ്മുടെ പ്രമാണ ചെലവ് ഉൾപ്പെടെ 32 ലക്ഷത്തി സംതിങ് രൂപയായി വസ്തു വാങ്ങി. JR വാങ്ങണ്ട എന്ന് പറഞ്ഞിട്ടാണ് ആ വസ്തു വാങ്ങുന്നത്. JR പറഞ്ഞ് നിങ്ങളുടെ സംഘത്തിന് സാമ്പത്തിക ശേഷിയില്ല, നിക്ഷേപകരുടെ പൈസ എടുത്ത് കളിക്കരുത് എന്നെല്ലാം പറഞ്ഞ് ആ റിപ്പോർട്ട് വന്ന് 10 ദിവസം തികണതിന് മുമ്പ് വസ്തു പ്രമാണം. എങ്ങനെയാണ് ഒരു പ്രസിഡന്റിന് ഏകപക്ഷീയമായി ഇത് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നത്? ബാക്കി ഭരണസമിതികൾ റബ്ബർ സ്റ്റാമ്പായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രസിഡന്റിന് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ഭരണസമിതി അവിടെ എടുക്കാറുള്ളൂ.
പ്രസിഡന്റിനെതിരെ ആരും സംസാരിക്കാതിരിക്കണം. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവരടിച്ചമർത്താനുള്ളത് പ്രസിഡന്റ് കയ്യിൽ കാണും. ഏകാധിപത്യം നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണ് നെറ്റ്കോസ്. എന്നിട്ട് 30 ലക്ഷം രൂപ നമ്മൾ എത്ര രൂപയ്ക്ക് അത് കൃത്യമായിട്ട് വാങ്ങിയത്? 32 ലക്ഷത്തി സംതിങ് വസ്തു വാങ്ങുന്നു. വസ്തു വാങ്ങിയിട്ട് അതേ ഉടമസ്ഥന്റെ മകൻ അവിടെ ജോലി കൊടുക്കുന്നു. ഒരു വർഷം അവൻ കളക്ഷൻ ഏജന്റായിട്ട് ജോലി ചെയ്തു. കളക്ഷൻ ഏജന്റായിട്ട് ജോലി ചെയ്തു 1 വർഷം കഴിഞ്ഞപ്പോൾ അവന് ക്ലർക്കായിട്ട് മാറ്റിക്കൊടുക്കാമെന്ന് പറഞ്ഞാണ് പ്രസിഡന്റ് അവനെ കയറ്റിയത്. അപ്പോൾ അവൻ പറഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ട് പ്രസിഡന്റ് ആ ഒരു നിയമനം നടത്താത്തത് കൊണ്ട് അവൻ എന്നെ സമീപിച്ചു. എന്നെ ഇങ്ങനെ 1 വർഷം കഴിഞ്ഞ് ക്ലർക്കാക്കാന്നാണ് പറഞ്ഞത്. ഞാൻ പറയാം നിന്നെ അങ്ങനെയൊന്നും ഇവിടെ നടക്കൂല, കളക്ഷൻ ഏജന്റിന് നേരിട്ട് ക്ലർക്കാവാൻ പറ്റൂല, അങ്ങനെ ഒരു നിയമനം ഇവിടെ നടക്കൂല എന്ന് പറഞ്ഞു. അങ്ങനെയല്ലല്ലോ അങ്ങനെ പറഞ്ഞത്, എന്നെ ഇങ്ങനെ കയറ്റാന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു? അത് പ്രസിഡന്റ് അന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രസിഡന്റ് ചോദിച്ചപ്പോൾ പ്രസിഡന്റ് കൈമലത്തി കാണിച്ചു. അപ്പോഴാണ് അവന് മനസ്സിലായത് അവൻ പെട്ടതാണ്, ചതിച്ചതാണ്. അപ്പോഴാണ് ഒരു സത്യം കൂടി എന്നോട് പറഞ്ഞത്. വസ്തു വാങ്ങിയതിൽ 4 ലക്ഷം രൂപ, സെന്റിന് 4 ലക്ഷം രൂപ വെച്ച് മാത്രമേ പാർട്ടിക്കാരന് കൊടുത്തിട്ടുള്ളൂ. 20 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ വെച്ച് ഇടയ്ക്കുന്നവര്. അതെ, 10 ലക്ഷം രൂപ, 9 ലക്ഷം രൂപ 9 ലക്ഷം രൂപ അവർക്ക് കിട്ടിയിട്ടില്ല. അവരുടെ അടുത്ത് പറഞ്ഞ കാരണം ഈ വസ്തു അനുമതി വാങ്ങുന്നതിന് വേണ്ടി ജെആറിനും മേയറിനും പണം കൊടുക്കണം, കൈക്കൂലി കൊടുക്കണം, അതുകൊണ്ടാണ് അത് മാറ്റണേന്ന് പറഞ്ഞു. ഈ 9 ലക്ഷം രൂപ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മെറ്റേണിറ്റി ലീവിന് പോരുന്ന സമയത്ത് 6 ലക്ഷം 3 ലക്ഷം എന്ന് പറഞ്ഞ് അഡ്വാൻസ് വെച്ചാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ചോദിച്ചാലോ എന്ന് വിചാരിച്ചാണ്. അതുവരെ അവൻ എൻ്റെ അടുത്ത് വ്യക്തമായി പറഞ്ഞു. എന്നിട്ട് ഇവന് ജോലിക്ക് കയറ്റിയപ്പോഴേ ഒരു നിബന്ധന ഉണ്ടായിരുന്നു, ശരണ്യ വസ്തുവിനെ കുറിച്ച് ചോദിച്ചാൽ ഒന്നും പറയരുത്, ശരണ്യയുടെ അടുത്ത് ഒന്നും പറയരുത്, വേറെ ആരും ചോദിച്ചാലും നീ പറയും, പക്ഷെ ശരണ്യ ഒന്നും അറിയരുത്, ശരണ്യ അറിഞ്ഞ ടെററാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് ഇത് ഞാൻ മാത്രമല്ല, ഇപ്പം ഉടമസ്ഥരെല്ലാവരുടെ അടുത്തും പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ഞാൻ 1 രൂപ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ നിമിഷം രാജിവെക്കാനാണ്. അപ്പൊ ഇപ്പൊ 9 ലക്ഷം രൂപയുടെ കണക്കായല്ലോ. അത് നിക്ഷേപരുടെ അടുത്തും ഈ വാങ്ങിച്ച പാർട്ടി അല്ലെങ്കിൽ കൊടുത്ത പാർട്ടി തന്നെ പറയുന്നു എനിക്ക് 9 ലക്ഷം രൂപ കിട്ടിയിട്ടില്ല. എൻ്റെ അടുത്ത് മാത്രമല്ല അവർ പറഞ്ഞു. പിന്നെ ഇത് വസ്തു വാങ്ങി 3 വർഷം കഴിഞ്ഞ് അതിൽ നിന്ന് 2.5 സെന്റ് വസ്തു വിൽക്കാനായി 5 സെന്റ് വിൽക്കാനാണ് തീരുമാനിച്ചത്. 5 സെന്റ് വാങ്ങിച്ചത് കെട്ടിടം നിർമ്മിക്കാനാണോ? അതെ, കെട്ടിടം നിർമ്മിക്കാനാണെന്നുള്ളതിലാണ് വാങ്ങിയത്. അത് കഴിഞ്ഞതിന് ശേഷം ഈ വസ്തു വാങ്ങാൻ 32 ലക്ഷം രൂപ എടുത്തതും നിക്ഷേപകരെ പൈസയാണ്. നിക്ഷേപകർക്ക് മാസം തോറും പലിശ കൊടുക്കണേ. 32 ലക്ഷം രൂപയ്ക്ക് ഒരു മാസം എത്ര നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ചെയ്യുന്നത്. എല്ലാം നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ലാഭം എന്ന് പറയുന്നത് ഇന്ന് വരെ നെറ്റ്കോസിന് ഇല്ല, ഇന്ന് വരെ ലാഭത്തിൽ വന്നിട്ടുമില്ല. വിൽക്കാൻ തീരുമാനമെടുത്തു. അത് ഞാൻ തടഞ്ഞു. ഞാനത് നല്ല രീതിയിൽ എയറിനെ ജയറിനെ എല്ലാം അറിയിച്ചു. അന്ന് എയർ നമ്മളിവിടെ ലീവാണ്, എയറില്ല. അപ്പോൾ ജയറിനെ സാർ ഇങ്ങനെ വസ്തു വയ്ക്കാൻ തീരുമാനിക്കണം, ഞാൻ എന്ത് ചെയ്യട്ടെന്ന്. സെക്രട്ടറി പേടിക്കണ്ട, അവർ നമുക്ക് കമ്മിറ്റി തീരുമാനം എല്ലാം കൊണ്ട് തരുമല്ലോ, തരുമ്പോൾ അത് നിരസിച്ചാൽ പോരെ. നമ്മൾ സാർ അങ്ങനെയൊന്നും ആയിരിക്കില്ല, എനിക്ക് വയ്യ, എനിക്ക് താങ്ങാൻ വയ്യെന്ന് പറയും. അപ്പോൾ പറഞ്ഞു സെക്രട്ടറി ഒരു കാര്യം 1 മാസത്തേക്കൊന്നും മാറുന്നില്ലേ, നമുക്ക് എന്താണെന്ന് നോക്കാമെന്ന് പറയും. ശരി സാർ, ഞാൻ ആരെങ്കിലും ലീവ് ലെറ്റർ തരട്ടെ. അപ്പം നിങ്ങൾ അവിടെ നമ്മളിവിടെ ഓഫീസിൽ കൊടുത്താൽ മതി എന്ന് പറയും. ഞാൻ 3 മാസത്തെ ലീവ് കൊടുത്തു. ഞാൻ 2023 ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ശമ്പളത്തോടു കൂടിയുള്ള അവധിക്ക് ഞാൻ ലീവ് എടുത്തു. ഞാൻ ഇറങ്ങി 10ൻ്റെ അന്ന് 2.5 സെന്റ് വസ്തു വയ്ക്കുന്നു. ഞാൻ ഇറങ്ങി 10ൻ്റെ അന്ന്. പക്ഷെ ഞാൻ അറിഞ്ഞപ്പോൾ ഇവിടെ വസ്തു അളക്കാൻ ആൾ വന്നപ്പോഴാണ് ഞാനത് അറിയണത്. എന്നെ വിളിച്ച് നീ വരലേ, ഇവിടെ വസ്തു വിറ്റല്ലേ, നീ വരലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അണ്ണ വസ്തു വിറ്റോ? ആ വിറ്റതാണ്ട് ഞാൻ അളക്കാൻ വേണ്ടി വന്ന് നിൽക്കണമെന്ന് പറയും. ഞാൻ അറിഞ്ഞില്ല, ഞാൻ ഇപ്പോൾ ഇവിടെ ലീവിലാണ്. അയ്യോ അതെന്തെങ്ങനെ ശരിയാവും എന്ന് പറയും. അപ്പോൾ ഞാൻ നിങ്ങൾ ആണെന്നോ കുഴപ്പമില്ല എന്ന് പറയും. അന്ന് ഞായറാഴ്ചയായിരുന്നു, ഞായറാഴ്ച അദ്ദേഹത്തിന് വരാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ തിങ്കളാഴ്ച രാവിലെ തന്നെ ഞാൻ ജയൻ്റെ അടുത്ത് പോയി, സാർ അവിടെ വസ്തു വിറ്റു. അപ്പോൾ എന്തോന്ന് സെക്രട്ടറി പറയണം? ഞാൻ സാർ വസ്തു വിറ്റു. അപ്പോൾ പറഞ്ഞ ഇപ്പം തന്നെ സെക്രട്ടറി നേരെ പോയി സബ് രജിസ്ട്രാറിലും നമ്മളെ വില്ലേജ് ഓഫീസിലും ചെന്ന് ആ 2.5 സെന്റ് വസ്തു വിറ്റതിന് സ്റ്റോപ്പ് മെമ്മോ കൊടുക്കണമെന്ന് പറയും. നമ്മുടെ ഈ പ്രമാണം പോക്കറ്റ് ചെയ്യണം, റദ്ദ് ചെയ്യണമെന്ന്. ഞാൻ അവിടെ നിന്ന് വന്ന് ഇവിടെ കൊടുത്തപ്പോഴും പറയുന്നു, ഇവിടെ ആദ്യം സബ് രജിസ്ട്രാറിലാണ് കൊടുത്തത്. അപ്പം പറഞ്ഞു സെക്രട്ടറി വസ്തു വിറ്റുപോയി, പോക്ക് വരാൻ കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ എങ്കിൽ മേഡം ഈ അളവ് കഴിഞ്ഞ് നിങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇത് നിങ്ങൾ ഇവിടെ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് എത്ര ദിവസം എടുത്തു? 16-ാം തീയതി. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? 10 ദിവസം. അപ്പോൾ 10 ദിവസത്തെ ഒരു പോക്ക് വരവ് ചെയ്ത് വാങ്ങിച്ചു. വാങ്ങിച്ചു.
10-ാം തീയതി കഴിഞ്ഞ് 16-ാം തീയതി ഞാൻ ചെല്ലുന്നു. 6 ദിവസം അത്രയേ ഉള്ളൂ ഞാൻ ചെല്ലുന്നു. അപ്പോൾ പറഞ്ഞു സെക്രട്ടറി ഇത് വിറ്റുപോയി. എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞത് സെക്രട്ടറി എന്ന് പറയുന്ന ഒരു നിഖിൽ വിഷ്ണു, പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരാളും 2 ബോർഡ് മെമ്പേഴ്സാണ് ഇവിടെ വന്നത്. സെക്രട്ടറി എന്ന് പറഞ്ഞ് തന്നെയാണ് നിഖിൽ വിഷ്ണുവിനെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തന്നത്. അതായത് ഒരു തരത്തിൽ പറഞ്ഞാൽ ആൾമാറാട്ടം. അപ്പം ഞാൻ മാഡം ഞാനാണ് സെക്രട്ടറി. ഞാൻ എൻ്റെ പേപ്പർ എടുത്ത് കാണിച്ചു. എനിക്ക് പേപ്പറുണ്ട്, സെക്രട്ടറിയായിട്ട് അംഗീകരിച്ചിട്ടുള്ള പേപ്പറുണ്ട്. ഞാൻ പേപ്പർ മാഡം ഞാനാണ്, ഞാൻ ലീവിൽ പോയതേ ഉള്ളൂ, ഇന്ന കാരണത്തല്ലാണ് ഞാൻ ലീവിൽ പോയത്. സെക്രട്ടറി വിറ്റ് കഴിഞ്ഞു. ഇവർ കാര്യം ചെയ്യും 2.5 സെന്റ് ബാക്കി വിൽക്കാതിരിക്കാനുള്ള ഒരു സ്റ്റോപ്പ് മെമ്മോ തരണമെന്ന്. ഈ വിറ്റ പണം എത്ര രൂപയ്ക്ക് അത് വിറ്റത് അറിയാമോ? 15 എന്നാണ് പറയുന്നത്. 2.5 സെന്റ് 15 ലക്ഷം രൂപ. ആ പണം എന്ത് ചെയ്തു? അറിയില്ല. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എങ്ങനെ പിന്നീട് പറഞ്ഞു കേട്ടില്ല അല്ലേ? ജീവനക്കാരോ മറ്റാരും പറഞ്ഞു കേട്ടതുമില്ല? ഞാൻ അതിനുശേഷം അവിടെ പോയിരുന്നു. പക്ഷെ ആ പൈസ ഡെപ്പോസിറ്റുകാർക്ക് മടക്കി കൊടുത്തൊന്നും പറയാം. ആർക്കെങ്കിലും കൊടുത്തതായിട്ട് അറിയാമോ? ഇല്ല, ഇവിടെ നമ്മളിവിടെയുള്ള ആർക്കും കൊടുത്തതായിട്ട് എനിക്കറിയില്ല. അതിനുശേഷം ഈ നിക്ഷേപം സ്വീകരിച്ച പലരോടും നിക്ഷേപമായിട്ടല്ല, പലരോടും വായ്പ എന്ന രീതിയിലാണ് നെറ്റ്കോസിന്റെ പേര് പറഞ്ഞ കൈ വായ്പയായിട്ട് വാങ്ങിച്ചെന്നാണ് പലരും നിക്ഷേപകർ അന്ന് അവിടെ കൂടിയ പലരും പറഞ്ഞത്. അതേക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? എനിക്കറിയില്ല. അദ്ദേഹം വാങ്ങിച്ച് നമ്മളെ ഓഫീസിൽ കൊണ്ടുവന്നിരുന്നെങ്കിൽ ബാങ്കിൽ കൊണ്ടുവന്ന് രേഖപ്പെടുത്തിയാലേ എനിക്കതറിയാവും. അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്കെതിരെയാണ് അവർ പരാതി കൊടുത്തിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. നിങ്ങൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുന്നു പറഞ്ഞു കേൾക്കുന്നു. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്താണ് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഞാൻ ഇങ്ങനെ ആദ്യം ഡിസംബർ വരെ ഞാൻ ലീവ് എടുത്തു. ഡിസംബറിന് ശേഷം 6 മാസത്തേക്ക് എനിക്ക് ശമ്പളം വേണ്ട എന്നുള്ള ലീവ് എടുത്ത് ഞാൻ മാറി നിന്നു. ഈ നിന്ന സമയത്ത് അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വരുന്നു. അവരെന്നെ വിളിച്ചു, അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. പക്ഷെ അവർക്ക് തുടർന്ന് അവർക്ക് പോകാൻ പറ്റത്തില്ല. അവർ നിർത്തി. പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ളൊരു പോസ്റ്റ് വരുന്നു. പാർട്ടി അഡ്മിനിസ്ട്രേറ്റർ വരുമ്പോൾ അദ്ദേഹം വന്നതോ പോയതോ ഒന്നും ഞാൻ അറിയുന്നില്ല. ആ സമയത്ത് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു. ഞാൻ എക്സാമിന് വേണ്ടിയിട്ടും കൂടി ലീവ് എടുത്ത് പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയിൽ ഞാൻ അവധി കൊടുത്തിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. എനിക്ക് ഒരാഴ്ചയും കൊണ്ട് തന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ ഇത്രയും പഠിച്ചത് വേസ്റ്റ് ആവും, അതുകൊണ്ട് തന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ ശരി ഇപ്പം പോയിട്ട് വന്നു പറയും. ഇതിനിടയ്ക്കാണ് അവിടെ പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർ വരുന്നത്. അദ്ദേഹം വന്ന ഉടനെ അദ്ദേഹം വന്ന് പറഞ്ഞതാണ്, ഞാൻ ചുമതലകൾ നിർവഹിക്കാതെയും ഗുരുതര അച്ചടക്കലംഘനം കാണിക്കുന്നു പറഞ്ഞ് 7 ദിവസത്തേക്ക് എനിക്കൊരു 7 ദിവസത്തിനകം മറുപടി തരണമെന്നും പറഞ്ഞ് എനിക്ക് ആദ്യം ഒരു ലെറ്റർ അയക്കും. ഈ ലെറ്റർ അയക്കുന്നതിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. സാർ ഇങ്ങനെയല്ല, എനിക്ക് എക്സാം ഉണ്ട്, ഞാൻ പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർക്ക് ഞാൻ ലീവ് ലെറ്റർ കൊടുത്തിട്ടാണ് ഇറങ്ങിയത് എന്നും പറഞ്ഞ് കൊടുക്കുന്നു. ഇതിന് എനിക്ക് മറുപടി തന്നിട്ടില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം അടുത്തത് സെക്രട്ടറിയുടെ ബന്ധുക്കളുടെ പേരിൽ പണാപഹരണം നടത്തിയെന്ന് പറഞ്ഞ് അതെന്തെങ്കിലും ബോധിപ്പിക്കാനുണ്ടെങ്കിൽ 7 ദിവസത്തിനകത്ത്. സെക്രട്ടറിയുടെ ബന്ധുക്കളുടെ പേരിൽ പണാപഹരണം നടത്തി എന്നാണ് പറയുന്നത്. അവർ പറയും അതിലെന്താണ് അടിസ്ഥാനപരമായിട്ടുള്ള ആരോപണമാണോ? അങ്ങനെ എന്താണ് അവർ അങ്ങനെ പറയാൻ കാരണം? ഞാനാണ് ഏറ്റവും കൂടുതൽ പൈസ കൊണ്ടുവരുന്നത്. അപ്പം എന്നേലേ പറയാൻ പറ്റും. മനസ്സിലായില്ല. എല്ലാവരും നമുക്കിപ്പോൾ ഒരാൾക്ക് ചിട്ടിക്കോ അല്ലെങ്കിൽ ലോണിനോ പൈസ കൊടുക്കുക, ലോണല്ല നിക്ഷേപകർക്കോ അല്ലെങ്കിൽ പലിശക്കാർക്കോ പൈസ കൊടുക്കാനില്ല. അപ്പോൾ ഉടനെ നമ്മളെല്ലാവരും, അത് പ്രസിഡന്റ് ആയാലും ഭരണസമിതി ആയാലും ജീവനക്കാരായാലും പൈസ കൊണ്ടുവരാറുണ്ട്. എനിക്ക് അവിടെ SB അക്കൗണ്ട് ഇല്ല. അപ്പോൾ എനിക്ക് എൻ്റെ ബന്ധുക്കളെ പേരിലല്ലേ ഞാൻ കൊണ്ടുവന്ന പൈസ ഇടാൻ പറ്റും. ഞാനപ്പോൾ എൻ്റെ ബന്ധുക്കളെ പേരിൽ പൈസ കൊണ്ടുവന്ന് ഇടാറുണ്ട്, ഇട്ടിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കാറുണ്ട്. നമുക്ക് അവരെയൊന്നും അങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ. ഞാനിരുന്ന കാലയളവിൽ ആരെങ്കിലും ഒരാൾ പറയട്ടെ ആർക്കും സമയത്ത് പൈസ ഇട്ടിട്ടില്ല, അങ്ങനെ പറയാനൊരു ഇടം ഞാൻ കൊടുത്തിട്ടില്ല. എല്ലാവർക്കും ചിട്ടിയായാലും MDS ആയാലും FD ആണെങ്കിലും പറയണ സമയത്തിന് ചിലപ്പോൾ ഇന്നോ നാളെയോ എന്ന് മാറിപ്പോകും. അതിനപ്പുറം ഞാൻ പറയില്ല. എനിക്ക് പറയാൻ പറ്റണതേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ എല്ലാവരും പൈസ കൊണ്ടുവരും, പൈസ കൊണ്ടൊന്ന് കൊടുക്കാറുമുണ്ട്. അതാണ് എൻ്റെ ബന്ധുക്കളെ പേര് പറയാൻ കാരണം. ഇനിയുണ്ട് കുറച്ച് കാരണങ്ങൾ കൂടിയുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞ് 7 ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് തന്നിട്ടില്ല. അപ്പോൾ 7 ദിവസം കഴിഞ്ഞ് സാറേ എനിക്ക് ഇതൊക്കെ പരിശോധിക്കണം, എനിക്ക് നിങ്ങളുടെ സാന്നിധ്യത്തിൽ പരിശോധിക്കണം, മറുപടി ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ ലീവ് ലെറ്റർ കൊടുക്കും. എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ ഞാൻ ലീവ് ലെറ്റർ കൊടുക്കും, സാറേ എനിക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്, എനിക്ക് വരാൻ പറ്റില്ല, ഡോക്ടറെ സജഷൻ ഉണ്ട്, ഞാൻ ബെഡ് റെസ്റ്റിലാണ് എന്ന് പറഞ്ഞ് ലീവ് ലെറ്റർ കൊടുക്കും. മറുപടി ഇല്ല. ലാസ്റ്റ് സാറേ ഞാൻ ഇത്രയും അപേക്ഷിച്ചിട്ട് എനിക്ക് എന്തുകൊണ്ട് നിങ്ങൾ മറുപടി തരുന്നില്ല എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഞാൻ 26/11 ഒരു കത്തയച്ചു. പ്രസിഡന്റാണോ? അല്ലല്ല, പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർ. അന്ന് പ്രസിഡന്റ് ഒന്നും ഇല്ലല്ലോ. അതിന് ഞാൻ മറുപടി അയച്ചു, മറുപടി വന്നില്ല. ഇതൊന്നും എനിക്ക് തരാത്തത് കൊണ്ട് ഞാൻ കോടതി മുഖാന്തരം പോയി. എന്ത് പറഞ്ഞ കോടതി സമീപിച്ചത്? ഞാൻ ഇത്രയും അവധി അപേക്ഷിച്ച് സമർപ്പിച്ചിട്ടോ ഞാൻ ഇത്രയും മറുപടി ചോദിച്ചിട്ടോ ഇതൊന്നും എനിക്ക് പാർട്ട് ടൈം അഡ്മിനിസ്ട്രേറ്റർ തരാൻ തയ്യാറല്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എനിക്ക് തിരിച്ച് സർവീസിൽ കയറണം. ഒക്ടോബർ മാസം മുതൽ 50 ലക്ഷം രൂപ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ
അദ്ദേഹം കൊണ്ടുവന്ന ഡെപ്പോസിറ്റുകാർക്ക്, അദ്ദേഹത്തിൻ്റെ കൊണ്ടുവന്ന അഡ്വാൻസുകൾക്ക്, ജീവനക്കാർക്കുള്ള ഡെപ്പോസിറ്റുകൾ, ഇത് മാത്രമേ അവിടെ നിന്ന് തിരിച്ചു കൊടുത്തിട്ടുള്ളൂ. പുറത്ത് ആർക്കും പൈസ കൊടുത്തിട്ടില്ല. പ്രസിഡന്റ് മാത്രം 17 ലക്ഷം രൂപ മുതലടയ്ക്കാനുണ്ട്. ഇതുകൂടാതെ ഭരണസമിതി അംഗങ്ങൾ അടയ്ക്കാനുണ്ട്. ജീവനക്കാർ ഇതെല്ലാം കൂടി 23 ലക്ഷം രൂപ മുതൽ മാത്രം അടയ്ക്കാനുണ്ട്. സെക്രട്ടറിക്ക് കുറ്റാരോപണം പറഞ്ഞിട്ടുള്ളതുമില്ല, ഒന്നുമില്ല. വിവരാവകാശ രേഖ പ്രകാരം എടുത്തപ്പോൾ അതായത് വ്യാജമായിട്ടാണ് ഇവർ ഇതുപോലൊരു റീസൺ പറഞ്ഞുകൊണ്ട് സസ്പെൻഷൻ തന്നത്. ജെആറിന്റെ ഉത്തരവിലും സെക്രട്ടറിയെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞിട്ടില്ല. ഭരണസമിതിയും സെക്രട്ടറിയും എന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ മാറ്റി നിർത്താൻ പറഞ്ഞില്ല. ശരി, സസ്പെൻഷൻ ഓർഡർ തന്നു, കുറ്റാരോപണ മെമ അയച്ചുതരാന്ന് പറഞ്ഞ് തന്നു. പക്ഷേ ഇപ്പം ഞാനാണ് ചിട്ടി കെട്ടുന്നത്, ഞാനാണ് പൈസ കൊണ്ടുപോയത് എന്നാണ് പറയുന്നത്.